പീരുമേട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പ്രവാസിയായിരുന്ന അസീം അദ്ദേഹം സമർപ്പിച്ചത് 1ഉം 2ഉം ആയിരുന്നില്ല, 3 നിവേദനങ്ങളായിരുന്നു. നവകേരള സദസ്സ് കഴിഞ്ഞ് വർഷം പിന്നിടുകയാണ്. കൊടുത്ത ഒരു നിവേദനത്തിലെ ആവശ്യത്തിന് പോലും സർക്കാർ പരിഹാരം കണ്ടിട്ടില്ല. വർഷക്കാലം തുച്ഛമായ ശമ്പളത്തിൽ സൗദി അറേബ്യയിൽ എല്ലുമുറിയെ പണിയെടുത്ത അസീം ലോക്ഡൌണിന് തൊട്ടു മുൻപാണ് നാട്ടിലെത്തിയത്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം പിന്നീട് തിരിച്ചു പോകാനായില്ല. അതേസമയം തന്നെ അസീമിന്റെ ഭാര്യ പ്രസവാനന്തരം പിടിപെട്ട രോഗങ്ങൾ മൂർച്ഛിച്ച് ആശുപത്രിയിലായി. നിൽക്കക്കള്ളിയില്ലാതായതോടെയാണ് അസീം കേരള ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ലോൺ എടുത്തത്. ജോലിയില്ലാതായതോടെ തിരിച്ചടവും മുടങ്ങി. ലോൺ തിരിച്ചടവിന് സാവകാശം വേണം. ഭാര്യയുടെ ചികിത്സയ്ക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകണം. സ്വയം തൊഴിൽ ആരംഭിക്കാനായി വായ്പ നൽകണം. ഈ 3 ആവശ്യങ്ങളുമായി ഏറെ പ്രതീക്ഷയോടെ അസീം നവകേരള സദസ്സിൽ നിവേദനം സമർപ്പിച്ചുവെങ്കിലും ഒന്നിനും പരിഹാരമായില്ല. അതിനിപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുത്തതിൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനം ഉടനെ എത്തുമെന്നുള്ള ഇതിലായിരുന്നു. ഇപ്പോൾ ഇവരതൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇതിങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് അയച്ചത്. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടമായ പ്രവാസികൾക്കായി മുഖ്യമന്ത്രി പ്രത്യേക ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അസീമിനെ പോലെ ആയിരങ്ങൾക്ക് ഇനിയും അതൊന്നും ലഭ്യമായിട്ടില്ല. 3 കുട്ടികളുടെ പഠന ചെലവിനും ഭാര്യയുടെ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ കഴിയാതെ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ ഈ മനുഷ്യൻ. സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തൽ, ഒപ്പം സദസ്സിൽ ആളെ കൂട്ടാൻ പരാതി പരിഹാരമെന്ന പ്രഹസനവും. ഇതായിരുന്നു നവകേരള സദസ്സ്. പൊരിവെയിലുകൊണ്ട് വരിനിന്ന് ലക്ഷക്കണക്കിന് പാവങ്ങൾ സമർപ്പിച്ച നിവേദനങ്ങൾക്ക് പരിഹാരം ഇവിടെ സർക്കാരെ. മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.